അല്ല, തിരുവനന്തപുരം മണ്ണന്തലയിൽ 3 വയസ്സുകാരനോട് കൊടും ക്രൂരത. തിളച്ച ചായ ഒഴിച്ച് ദേഹമാസകലം പൊള്ളിച്ചു. കുട്ടി ഗുരുതര പരിക്കുകളോടെ SAT ആശുപത്രിയിൽ ചികിത്സയിലാണ്. അമ്മയുടെ രണ്ടാനച്ഛനാണ് കുട്ടിയെ പൊള്ളലേൽപ്പിച്ചത്. തിരുവനന്തപുരം മണ്ണന്തലയിൽ 3 വയസ്സുകാരനോട് കൊടും ക്രൂരത കാട്ടി എന്നുള്ള വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തിളച്ച ചായ ദേഹത്തേക്ക് ഒഴിച്ച് പൊള്ളലേൽപ്പിച്ചു എന്നുള്ളതാണ് ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങൾ. ഡാൻ, ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ കുഞ്ഞിനോട് കാട്ടിയ അതിക്രൂരത. ഈ രണ്ടാനച്ഛനെ പോലീസ് പിടികൂടിയോ? പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കകത്ത് SAT കുട്ടികളുടെ ചികിത്സാ വിഭാഗത്തിന് മുമ്പിലാണ്. ഇവിടെ ഗുരുതര പരിക്കുകളോടെയാണ് ഈ 3 വയസ്സുകാരനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഒപ്പം ഈ കുഞ്ഞിനൊപ്പം അകത്തുണ്ട്. അച്ഛൻ അല്പസമയത്തിനകം നമ്മളോട് പ്രതികരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഞാൻ അദ്ദേഹവുമായി രാവിലെ ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 24-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 24-ാം തീയതി ഈ കുഞ്ഞിൻ്റെ അമ്മ പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട്. ജോലിക്ക് പോകുന്ന സമയത്ത് കുഞ്ഞിൻ്റെ അമ്മൂമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ജോലിക്കായിട്ട് പോകുന്നത്. ആ സമയത്താണ് ഈ അമ്മയുടെ രണ്ടാനച്ഛൻ ഈ കുഞ്ഞിനോട് ക്രൂരത കാണിച്ചത് എന്നാണ്. അതായത് ചൂട് ചായ ഈ കുഞ്ഞിൻ്റെ നെഞ്ചിലേക്കും വയറ്റിലേക്കും വയറിൻ്റെ ഭാഗത്തേക്കും ഒഴുക്കിയായിരുന്നു. അങ്ങനെ വലിയ തോതിൽ ഗുരുതരമായി പൊള്ളലേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കുഞ്ഞിനെ അടിയന്തരമായി ചികിത്സയ്ക്ക് വിധേയമാക്കി. പക്ഷേ ആ പരിക്ക് സാരമായ പരിക്കാണ്. നേർത്ത ശരീരമാണ്. അവിടേക്കാണ് ഈ ചൂട് തിളച്ച ചായ വീണിരിക്കുന്നത്. അത് മാംസം ഇളകുന്ന തരത്തിലേക്ക് പൊള്ളലേറ്റു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചൈൽഡ് ലൈന് പരാതി നൽകാൻ ശ്രമിച്ചെങ്കിലും അവർ കേസ് എടുക്കാൻ തയ്യാറായില്ല ആദ്യഘട്ടത്തിൽ. പിന്നീടാണ് ഇപ്പോൾ ഇത് വാർത്തയായതിന് പിന്നാലെ ഈ ചൈൽഡ് ലൈന് പുറമെ ഇപ്പോൾ മണ്ണന്തല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 324 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് മണ്ണന്തല പോലീസ് ഇപ്പോൾ ഈ 3 വയസ്സുകാരന്റെ അമ്മയുടെ രണ്ടാനച്ഛനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇയാളെ വിശദമായി കസ്റ്റഡിയിലെടുത്ത് അല്ലെങ്കിൽ പിടികൂടി ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ് സംഭവം എന്ന് വ്യക്തമാകുകയുള്ളൂ. അഭിജിത്ത് നൽകുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ, അതായത് ഈ 3 വയസ്സുകാരന്റെ അച്ഛൻ നൽകുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ ഈ കുഞ്ഞിനോട് തുടർച്ചയായി ഇത്തരം ക്രൂരത ഇയാൾ കാണിച്ചിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. കുടപ്പനക്കുന്ന് സ്വദേശിയായ വിജയകുമാർ എന്ന ഉത്തമനെതിരെയാണ് മണ്ണന്തല പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എൽദോ, കുഞ്ഞിനോട് കൊടും ക്രൂരതയാണ് തിരുവനന്തപുരത്ത് മണ്ണന്തലയിലുണ്ടായത്. 3 വയസ്സുകാരനെ നേരെ തിളച്ച ചായ ഒഴിച്ച് ദേഹമാസകലം പൊള്ളിച്ചു. കുട്ടി ഗുരുതരമായിട്ട് പരിക്കേറ്റ് SAT ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഡാനി, കുട്ടിയുടെ പൊള്ളൽ സംബന്ധിച്ച് ഡോക്ടേഴ്സ് എന്താണ് പറയുന്നത്? അത് അതിഗുരുതരമാണോ? നമുക്ക് അത്തരത്തിലുള്ള ഔദ്യോഗികമായ വിശദീകരണമൊന്നും SAT ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ സാരമായ പരിക്കാണ് ഈ കുഞ്ഞിന് ഏറ്റത് എന്ന കാര്യം വ്യക്തമാണ്. അത് വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായി നമുക്കത് എത്ര കണ്ട് അങ്ങനെ കൺവേ ചെയ്യാൻ കഴിയുമെന്ന് അറിയത്തില്ല. അത്രമാത്രം സാരമായ പരിക്ക് തന്നെയാണ്. ഈ ചൂട് ചായ നമ്മുടെ ശരീരത്തിൽ വീണാൽ ഉണ്ടാകുന്ന അസ്വസ്ഥത അറിയാം. അപ്പോൾ 3 വയസ്സുകാരൻ്റെ ഒരു നേർത്ത ശരീരത്തിലേക്ക് അങ്ങനെ ചൂട് ചായ വീഴുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയൊന്ന് ഊഹിച്ചു നോക്കിയാൽ മതി. അത്രമാത്രം വലിയൊരു ക്രൂരതയ്ക്കാണ് ഈ 3 വയസ്സുകാരൻ ഇരയായത് എന്ന് വേണം പറയാൻ. ഇത് ഈ ചായ വീണത ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ കുഞ്ഞിനോട് സമാനമായ തരത്തിൽ ഈ അമ്മയുടെ രണ്ടാനച്ഛൻ തുടർച്ചയായി ക്രൂരത കാട്ടാറുണ്ടായിരുന്നു എന്നാണ് അഭിജിത്ത് നൽകുന്ന വിവരം. പക്ഷേ അദ്ദേഹം നമ്മളോട് സംസാരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം നേരിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എൽദോ, അപ്പോൾ അതായത് നേരത്തെയും ഈ കുഞ്ഞിന് നേരെ ക്രൂരത ഉണ്ടായിട്ടുണ്ട്, കുഞ്ഞിനെ ഈ രണ്ടാനച്ഛൻ ഉപദ്രവിക്കാറുണ്ട് എന്നാണോ പറയുന്നത്? അങ്ങനെയാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ നൽകുന്ന വിവരങ്ങൾ. അങ്ങനെയാണ് ഈ രണ്ടാനച്ഛന്റെ ഭാഗത്ത് നിന്ന്, അമ്മയുടെ രണ്ടാനച്ഛന്റെ ഭാഗത്ത് നിന്ന് സമാനമായ തരത്തിലുള്ള ക്രൂരത മുൻപും ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞിനെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സൂചനയാണ് ലഭിക്കുന്നത്. സ്വാഭാവികമായി അതൊരു ആരോപണമാണ്. ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കുഞ്ഞിന്റെ അച്ഛനായ അഭിജിത്താണ്. അദ്ദേഹം ഫോണിലൂടെ മാത്രമാണ് നമ്മളോട് ഇക്കാര്യം സംസാരിച്ചിരിക്കുന്നത്. നേരിട്ട് സംസാരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്പസമയത്തിനകം ഒരുപക്ഷെ അദ്ദേഹം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ SITയുടെ മുമ്പിൽ നമ്മളോട് പ്രതികരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അദ്ദേഹം നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ്
24-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കേസെടുത്തിട്ടുണ്ട് പോലീസ്. അമ്മയുടെ രണ്ടാനച്ഛനെതിരെ കുടപ്പനക്കുന്ന് സ്വദേശിയാണ് അയാൾ. കുടപ്പനക്കുന്ന് സ്വദേശിയായിട്ടുള്ള വിജയകുമാർ എന്ന ഉത്തമനെതിരെയാണ് കേസെടുത്തത്. IPC 324 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഡാൻ റിപ്പോർട്ട് ചെയ്യുന്നത്.